നമുക്കറിയാം, നരേന്ദ്രമോദി ഇസ്രായേൽ സന്ദർശിച്ചതിന് ഏതാനും ദിവസങ്ങൾക്ക് ശേഷമാണ് ഇറാനിൽ ആയത്തുള്ള അലി ഖമേനി കൊല്ലപ്പെടുന്നത്. ഇതിൽ ഒരുപാട് ദുരൂഹതകളുണ്ട് എന്നൊക്കെയാണ് സോണിയാഗാന്ധിനെ പോലുള്ള കോൺഗ്രസ് നേതാക്കളൊക്കെ ആരോപണങ്ങൾ ഉന്നയിച്ചത്. അതവിടെ നിൽക്കട്ടെ. ഇപ്പം നിലവിൽ ഒരു പ്രതികരണം നെതന്യാഹുവിൻ്റെ ഭാഗത്ത് നിന്ന് ഉണ്ടായിരിക്കുകയാണ്. US വൈസ് പ്രസിഡന്റ് ആയിട്ടുള്ള JD വാൻസിനെതിരെയാണ് അദ്ദേഹം പറഞ്ഞിരിക്കുന്നത്. കാരണം JD വാൻസ് കഴിഞ്ഞ ദിവസങ്ങളിൽ പറഞ്ഞത് ഇസ്രായേലിനെ ആകെ പിന്തുണയ്ക്കുന്ന വലിയ ഫോഴ്സ്, ഏറ്റവും വലിയ രാജ്യം എന്ന് പറയുന്നത് അമേരിക്ക മാത്രമാണ്. JD വാൻസ് പറഞ്ഞു, അങ്ങനെയല്ല, ഇന്ത്യയിൽ നിന്ന് നമുക്ക് വലിയ പിന്തുണയാണ് ലഭിക്കുന്നത്. എനിക്ക് ഫേസ്ബുക്കൊക്കെ ഉണ്ട്, ഫേസ്ബുക്കിൽ നിന്നൊക്കെ ഇന്ത്യക്കാർ ഇസ്രായേലിനെ പിന്തുണയ്ക്കുന്നത് അത്രമാത്രമാണ് എന്നൊക്കെ അദ്ദേഹം ഒരു ഫോക്സ് ന്യൂസിന് നൽകിയ ഒരു ഇൻ്റർവ്യൂവിലാണ് ഈ കാര്യങ്ങളൊക്കെ വെളിപ്പെടുത്തിയത്. ഇതിനെ സംബന്ധിച്ച് ഇപ്പോൾ ചർച്ചകൾ നടക്കുകയാണ്. എപ്പോഴാണ് നമുക്ക് ഈ ഒരു മാറ്റം നമുക്ക് രാജ്യത്തുണ്ടായിരുന്നത്? ഒരു കാലത്ത് പലസ്തീനെ പിന്തുണച്ചവരായിരുന്നല്ലോ ഇന്ത്യ. ഈ ഒരു മാറ്റത്തിലേക്ക് പോകാനുണ്ടായ സാഹചര്യം യഥാർത്ഥത്തിൽ എന്താണെന്നൊക്കെ എന്താണ് അത് നമ്മൾ പരിശോധിച്ചാലേ ചരിത്രപരമായ മാറ്റങ്ങളും രാഷ്ട്രീയ മാറ്റങ്ങളും അതിൽ പ്രധാനപ്പെട്ടതാണ്. നേരത്തെ നമ്മൾ പലസ്തീനെ അംഗീകരിക്കുമ്പോൾ പലസ്തീൻ്റെ സ്വഭാവത്തിന് വ്യത്യാസമുണ്ടായിരുന്നു. പലസ്തീൻ പൊരുതുന്ന ഒരു ജനതയുടെ പ്രതീകമായി. അവരൊരിക്കലും തീവ്രവാദ സംഘടനയുടെ പിടിയിൽപ്പെട്ടിരുന്നില്ല. അന്നവരെ നയിച്ചിരുന്ന യാസർ അരാഫത്ത് എന്ന് പറയുന്ന ലോകത്തെ ഏറ്റവും ഉജ്ജ്വലനായിട്ടുള്ള ജനകീയ പോരാളിയായിരുന്നു. അദ്ദേഹം എനിക്ക് തോന്നുന്നു UN അസംബ്ലിയിലേക്ക് കടന്നു ചെന്നത് ഒലീവിലെയും തോക്കുമായിട്ടാണ്. എന്നിട്ട് അദ്ദേഹം ആ യുണൈറ്റഡ് നേഷൻസ് ഓർഗനൈസേഷനോട് പറഞ്ഞതാണ്, നിങ്ങൾ എൻ്റെ കയ്യിൽ നിന്ന് ഈ ഒലീവിലെ താഴെ പോകാതെ ഇരിക്കാൻ നോക്കണം. ഒലീവിൽ താഴെ ഇട്ടാൽ എനിക്ക് തോക്കെടുക്കേണ്ടി വരും എന്നാണ് പറഞ്ഞതിൻ്റെ അർത്ഥം. എന്നുവെച്ചാൽ പലസ്തീൻ്റെ ജനാധിപത്യ അവകാശത്തെ ഒരു ജനത നിലക്ക് അവരെ അംഗീകരിക്കാൻ ലോകം തയ്യാറാവണം എന്ന് പറയുന്നൊരു അഭ്യർത്ഥനയാണ് അദ്ദേഹം മുന്നോട്ട് വെച്ചത്. അത് പാലിക്കപ്പെട്ടിരുന്നെങ്കിൽ ഇന്നത്തേതുപോലെ കലുഷിതമായ, ക്രൂരമായ, കുഞ്ഞുങ്ങളെ കശാപ്പ് നടത്തുന്ന, കുരുതി കൊടുക്കുന്ന ഒരു ഗാസ ഉണ്ടാകുമായിരുന്നില്ല എന്നാണ് ഞാൻ കണക്കാക്കുന്നത്. പക്ഷേ അതിന് കഴിഞ്ഞില്ല. പിന്നീട് യാസർ അരാഫത്തിൻ്റെ കാലം കഴിഞ്ഞതിന് ശേഷം പലസ്തീൻ തീവ്രവാദികളുടെ കയ്യിൽ അകപ്പെടുകയും ഹമാസ് അതിൽ ആധിപത്യം പുലർത്തുകയും ഹമാസിൻ്റെ ഭീകരപ്രവർത്തനങ്ങളാണ് പിന്നീട് നമ്മൾ കാണുന്നത്. അതിൻ്റെ ഒരന്ത്യമാണ് ഇപ്പോഴത്തെ കുഞ്ഞുങ്ങൾക്ക് കുരുതി, അല്ലെങ്കിൽ കുഞ്ഞുങ്ങളെ കുരുതി കൊടുക്കപ്പെട്ടതായിട്ടുള്ള ഗാസ. അവിടെ കുഞ്ഞുങ്ങളുടെ കണ്ണീര് എത്രമാത്രമാണ്. അതിനൊപ്പം നിൽക്കാൻ പോലും ലോകത്തിന് കഴിഞ്ഞില്ല എന്നുള്ളതാണ് ലോകത്തിൻ്റെ ഒരു ദുരന്തമായിട്ട് ഞാൻ കണക്കാക്കും. അതിനുശേഷം നമ്മൾ കാര്യങ്ങൾ പരിശോധിക്കുന്ന സമയത്ത് എന്ന് പറയുമ്പോഴേ പക്ഷേ ഇപ്പം ഗൾഫ് രാജ്യങ്ങൾ, സൗദി അറേബ്യ പോലും പറഞ്ഞിട്ടുള്ള ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കൂടെ നിൽക്കരുത് എന്നാണ് പറഞ്ഞിട്ടുള്ളത്. അതെ, അതാണ് പ്രശ്നം. അങ്ങനെയായി മാറിയതിലൊരു പ്രധാന കണ്ണി എന്ന് പറയുന്നത് ഹമാസാണ്. അതാണ് പ്രശ്നം. കാരണം തീവ്രവാദത്തിന് ഒപ്പം നിൽക്കാൻ ആരും ഉണ്ടാവില്ല എന്നുള്ളതാണ്. തീവ്രവാദത്തെ ഒരിക്കലും തോളയേറ്റാൻ ആർക്കും ലോകത്ത് കഴിയില്ല എന്നുള്ളതാണ്. ഇങ്ങനെ സിറ്റുവേഷൻ വരുന്ന സമയത്താണ് യഥാർത്ഥത്തിൽ അവർക്കെതിരെ, അതായത് ഇസ്രായേലിനെതിരെ, ഇസ്രായേലിൻ്റെ യുദ്ധക്കൊതിക്ക് അനുകൂലമായി നിലപാടെടുക്കാനായിട്ട് തയ്യാറാകാതിരുന്ന രാജ്യങ്ങൾ പോലും തയ്യാറാവുന്നൊരു സാഹചര്യം വന്നതെന്നാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. അതൊരു പൊളിറ്റിക്കൽ ഇഷ്യൂ. രണ്ടാമത്തെ ഒരു വിഷയമുണ്ട്, ജിയോ പൊളിറ്റിക്സിൽ വന്നിരിക്കുന്നതായിട്ടുള്ള മാറ്റം. അത് വലിയ മാറ്റമാണ്, നമ്മൾ വിചാരിക്കുന്ന പോലെയല്ല. നമുക്ക് നേരത്തെ ഉണ്ടായിരുന്ന ഒരു ചരിത്രം പരിശോധിച്ചാൽ ലോകം ബൈപ്പോളാറായിരുന്നു. ബൈപ്പോളാർ എന്ന് പറഞ്ഞാൽ ധ്രുവലോകമായിരുന്നു. ഒന്ന് അമേരിക്കയുടെ, മറ്റൊന്ന് സോവിയറ്റ് റഷ്യയുടെ. ആ സോവിയറ്റ് റഷ്യ തകർന്നു കഴിഞ്ഞപ്പോൾ ഈ ബൈപ്പോളാർ വേൾഡ് തന്നെ ശിഥിലമാകുകയും യൂണിപോളാർ വേൾഡായി കഴിഞ്ഞു. അതിൻ്റെ ഉച്ചയിൽ അമേരിക്ക സ്ഥാപിക്കപ്പെടുകയും ചെയ്തു. ഇങ്ങനെ സ്ഥാപിക്കപ്പെട്ട സമയത്ത് ലോക രാഷ്ട്രീയത്തിലുണ്ടായ ഏറ്റവും പ്രധാനപ്പെട്ട വ്യത്യാസം എന്ന് പറയുന്നത് ചേരികളില്ലാത്ത അവസ്ഥ ഉണ്ടായെന്ന് മാത്രമല്ല, ഓരോ രാഷ്ട്രവും ആ രാഷ്ട്രത്തിൻ്റെ താല്പര്യത്തിന് മാത്രം നിൽക്കുന്ന തരത്തിലേക്ക് മാറ്റം ചെയ്യപ്പെട്ടു എന്നുള്ളതാണ്. ഇന്ത്യക്ക് ഇന്ത്യയുടെ താല്പര്യം, റഷ്യക്ക് റഷ്യയുടെ താല്പര്യം, അമേരിക്കക്ക് അമേരിക്കയുടെ താല്പര്യം, ചൈനയ്ക്ക് ചൈനയുടെ താല്പര്യം. ആരും ആർക്ക് വേണ്ടി
നിൽക്കാൻ തയ്യാറില്ല. എന്നുവെച്ചാൽ ഒറ്റപ്പെട്ടു പോകുന്ന രാഷ്ട്രങ്ങളുടെ ഒരു ലോകം നിർമ്മിക്കപ്പെട്ടു. ആ നിർമ്മിക്കപ്പെട്ടതിൽ ഏറ്റവും കൂടുതൽ ഒറ്റപ്പെട്ടത് പലസ്തീനാണ്. പലസ്തീൻ്റെ കൂടെ നിൽക്കാൻ ആരുമില്ലാതെ നിന്നിട്ട് കാര്യമില്ല. നിന്ന് നഷ്ടപ്പെടാൻ ഇന്ന് ലോകം തയ്യാറില്ല. പലസ്തീൻ്റെ കൂടെ എന്തിനു നിൽക്കണം എന്നുള്ളതാണ് ഓരോ രാഷ്ട്രങ്ങളും അന്വേഷിക്കുന്നത്. നിങ്ങൾ ഇസ്രായേലിൻ്റെ കൂടെ എന്നാൽ ഇസ്രായേലിൽ നിന്ന് പല സ്ഥലം സഹായങ്ങളും നിങ്ങൾക്ക് ലഭിക്കും. പക്ഷേ ഇന്ത്യ പരിപൂർണമായിട്ടും പലസ്തീൻ പിന്തുണയൊന്നും പിൻവലിച്ചിട്ടില്ല. മുൻപത് വളരെ ശക്തമായിട്ടുണ്ടായിരുന്നു. ഇപ്പം പല കാരണങ്ങൾ കൊണ്ട്, ജിയോ പൊളിറ്റിക്കൽ റീസൺസ്, മറ്റ് സ്ട്രാറ്റജിക് റീസൺസ് കൊണ്ടൊക്കെ അത് മാറിയിട്ടുണ്ട്. മാഷ് അത് ശരിയാണ് മാഷ് പറഞ്ഞത്. ഏറ്റവും ആദ്യം പലസ്തീനൊരു സ്റ്റേറ്റ് വേണമെന്നുള്ള അംഗീകാരം ഒരു നോൺ അറേബ്യൻ രാജ്യം നൽകിയത് ഇന്ത്യയാണ്. 2 നേഷൻ സ്റ്റേറ്റ് എന്ന് പറയുന്ന ഒരു സൊല്യൂഷന് വേണ്ടിയിട്ട് ഇന്ത്യ മുമ്പോട്ട് വന്നിട്ടുണ്ട്. ഇന്ത്യ പിന്തുണയൊക്കെ അറിയിച്ചിട്ടുണ്ട്. അപ്പം അത്തരത്തിൽ ഹ്യൂമാനിറ്റേറിയൻ ആയിട്ടുള്ള കുറേയധികം സഹായങ്ങൾ ചെയ്തിട്ടുണ്ട്. ഞാൻ പറയുന്നത് ഇപ്പോഴും സർക്കാരിനോട്, ഇന്ത്യൻ സർക്കാരിനോട് ചോദിച്ചാൽ, മോദി സർക്കാരിനോട് ചോദിച്ചാൽ ഇന്ത്യയും പലസ്തീൻ ഒരു രാഷ്ട്രമായിട്ട് ഈ ഭൂമത്ത് ഉണ്ടാവണം എന്ന ആഗ്രഹം തന്നെയാണ് ഇന്ത്യ പുലർത്തുന്നത്. ഇപ്പോഴും അതിൽ വ്യത്യാസം മാറില്ല. പക്ഷേ പലസ്തീൻ്റെ കൂടെ നിൽക്കുന്നു എന്നുള്ളതിൻ്റെ പേരിൽ ഇസ്രായേലിനെതിരെ നിൽക്കാൻ ഇന്ത്യ തയ്യാറല്ല. അതാണ് പ്രധാനപ്പെട്ട കാര്യം. പലസ്തീൻ എന്ന് പറയുന്ന ഒരു രാഷ്ട്രം വേണം എന്ന് വേണമെങ്കിൽ ഇസ്രായേലിനോടും ഇന്ത്യ പറയാൻ തയ്യാറാണ്. പക്ഷേ പലസ്തീനെ ഇത്തരത്തിൽ നശിപ്പിക്കുന്ന തരത്തിലുള്ള പ്രവർത്തനങ്ങൾ ഇസ്രായേൽ നടത്തുന്നതിനെ ചോദ്യം ചെയ്യാൻ ഇന്ത്യ തയ്യാറില്ല. അതാണ് ജിയോ പൊളിറ്റിക്കൽ മാറ്റം എന്നാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. അത് മാറിപ്പോയി കഴിഞ്ഞു. ആ പിന്തുണ നൽകുന്നതിൽ ഈ ഡിഫൻസും സെക്യൂരിറ്റിയും ഒരു പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. കാരണം ഇന്ത്യയുടെ ഒരു പ്രധാന പ്രതിരോധ പങ്കാളി എന്ന് പറയുന്നത് ഇസ്രായേലാണ്. അതാണ് കാര്യം. റഡാർ സിസ്റ്റവും മിസൈലും മറ്റു ആയുധങ്ങളൊക്കെ ഇസ്രായേൽ ഇന്ത്യക്ക് നൽകുന്നുണ്ട്. അതെ, ഇന്ത്യയുടെ സഹായിയായി നിൽക്കുന്ന ഇസ്രായേലിനോട് സുഹൃത്ത് നിലയിൽ പലസ്തീൻ എന്ന് പറയുന്ന ഒരു രാഷ്ട്രമോടെ ഉണ്ടാവണയിൽ ഞങ്ങൾക്ക് വിരോധമില്ല എന്ന് പറയും എന്ന് മാത്രമേ ഉള്ളൂ. അതല്ലാണ്ട് ഇസ്രായേലിനെതിരെ ഒരു ചൂണ്ടുവിരൽ അനക്കാൻ പോലും ഇന്ത്യ തയ്യാറില്ല. എല്ലാ കാര്യങ്ങളും ഇസ്രായേലിനൊപ്പമാണ്. അതുകൊണ്ട് അത്രമാത്രം അടുത്ത ബന്ധം ഇസ്രായേലായിട്ട് ഇന്ത്യ പുലർത്തുന്നു എന്നുള്ളത് കൊണ്ടാണ് ഇപ്പോൾ അമേരിക്ക ഇങ്ങനെ പറഞ്ഞ സമയത്ത് നിങ്ങളുടെ ഒപ്പം നിൽക്കുന്ന ഒറ്റ രാജ്യം ഞങ്ങൾ മാത്രമാണ്. കാരണം ബേസിക്കലി അത് ശരിയാണ്. എല്ലാവരും വെറുക്കുന്നുണ്ട് ഇവരുടെ ഈ അക്രമം എന്ന് പറയാൻ. ഇന്ത്യക്കും അതിൽ താല്പര്യമൊന്നും ഉണ്ടാവില്ല. പക്ഷേ നമ്മളും അവരും തമ്മിലുണ്ടാക്കുന്ന സഹകരണത്തിൻ്റെ അടിസ്ഥാനത്തിലും മറ്റൊന്ന് ഇന്ത്യയിൽ നിലനിൽക്കുന്ന പൊളിറ്റിക്സ്, ഹിന്ദുത്വ രാഷ്ട്രീയം എന്ന് പറയുന്നതിൻ്റെ സ്വഭാവം എന്ന് പറയുന്നത് വികാരം സ്വേച്ഛാധിപത്യ സ്വഭാവമാണ്. ആ സ്വഭാവം ഇസ്രായേൽ പുലർത്തുന്ന ഒന്ന് തന്നെയാണ്. അത് മാത്രമല്ല, അത് ആൻറ്റി മുസ്ലിം എന്ന് പറയുന്നതും കൂടിയാണ്. മനസ്സിലായ? ആൻറ്റി മുസ്ലിമാണ് ഇന്ത്യൻ രാഷ്ട്രീയം, ഹിന്ദുത്വ രാഷ്ട്രീയം, RSS രാഷ്ട്രീയം, അല്ലെങ്കിൽ BJP രാഷ്ട്രീയം. അപ്പോൾ സ്വാഭാവികമായിട്ടും തീവ്രവാദികൾക്കെതിരാണ്. തീവ്രവാദികൾക്ക് മാത്രമല്ല, അത് മുസ്ലിം വിരുദ്ധ രാഷ്ട്രീയം കൂടിയാണ് എന്നുള്ള ഒരു പ്രശ്നം ഇതിനകത്ത് നിലനിൽക്കുന്നുണ്ട്. ആ പ്രശ്നം ഇവിടെ ഇസ്രായേലിനെ സംബന്ധിച്ചിടത്തോളം ഇസ്രായേലിനെ സഹായിക്കുന്ന സമയത്ത് പ്രധാനപ്പെട്ട ഒരു ആശയമായിട്ട് വരുന്നുണ്ട്. അതുകൊണ്ടാണ് ഇന്ത്യയിൽ നിന്ന് നിരവധി ആളുകൾ ഫേസ്ബുക്കിൽ ഇസ്രായേലിൻ്റെ സുഹൃത്തായി വരുന്നതും അവർക്ക് അനുകൂലമായിട്ടുള്ള പോസ്റ്റുകളൊക്കെ ഇടുകയും ചെയ്തു. അത് വായിച്ചിട്ടാണ് അയാൾ പറഞ്ഞത്. കൃത്യമായിട്ട് പറഞ്ഞു. ഫേസ്ബുക്കിലൊക്കെ ഒരുപാട് പിന്തുണയാണ്. അത് ഇവരുടെ പിന്തുണയാണ് ശരിക്കും. ഇതാണ് അതിൻ്റെ ബേസിക് ആയിട്ടുള്ള പ്രശ്നം എന്നാണ് ഞാൻ. ലോകത്തിൽ ഏറ്റവും വലിയ ജനസംഖ്യയുള്ള രാജ്യത്തിന്റെ പിന്തുണ ഞങ്ങൾക്കാണെന്നാണ് നെതന്യാഹു പറയുന്നത്. അതെ, നെതന്യാഹു അമേരിക്കയെ വെല്ലുവിളിക്കുന്നത് അത് വെച്ചിട്ടാണ്. നിങ്ങളധികം കളിക്കണ്ട, ഞങ്ങൾക്ക് ലോകത്ത് ഏറ്റവും കൂടുതൽ ജനങ്ങളുള്ള ഇന്ത്യ ഒപ്പമുണ്ട് എന്നാണ് പറഞ്ഞത്. എന്താണ് അതിൻ്റെ പ്രശ്നം എന്ന് വെച്ചാൽ, ഈ ഇപ്പോൾ നടക്കുന്ന യുദ്ധത്തിൽ നമ്മൾ ഇറാൻ്റെ സുഹൃത്താണ്. അതുകൊണ്ട് വളരെ രസകരമായിട്ടുള്ള കാര്യമാണ്. രാഷ്ട്രം എന്ന നിലക്ക് നമ്മളെടുക്കുന്ന പോളിസികൾ അങ്ങനെയാണ്. ആ പോളിസി നോക്കുന്ന സമയത്ത് ഇറാൻ പല സഹായങ്ങളും നമുക്കിപ്പോൾ ചെയ്തില്ലേ? അതെ, നമ്മളുടെ എണ്ണക്കപ്പലുകളെ കടത്തിവിടും, അവർ വിളിച്ചു പറയും ഇന്ത്യൻ കപ്പലാണ് വിടറ എന്ന് പറയും. അത്ര നല്ല ബന്ധം ഇറാനായിട്ടും ഇന്ത്യ പുലർത്തുന്നുണ്ട്. അപ്പോൾ ഇന്ത്യയുടെ പുതിയ ഒരു രാഷ്ട്രീയ കാഴ്ചപ്പാടെന്ന് പറയുന്നത് അത് ഹിന്ദുത്വ രാഷ്ട്രീയമല്ല. ഞാൻ പറയും, ഇന്ത്യ എന്ന് പറയുന്ന രാഷ്ട്രം എടുക്കുന്ന സമീപനം എന്ന് പറയുന്നത് സർവൈവൽ പൊളിറ്റിക്സാണ്. ശരി,
ഈ പുതിയ സങ്കീർണമായിട്ടുള്ള പ്രശ്നങ്ങൾ ഉണ്ടാകുന്ന സമയത്ത് എങ്ങനെ അതിനെ അതിജീവിച്ച് മുന്നോട്ട് കൊണ്ടുപോകണം. ഇന്ത്യയും ഇസ്രായേലും യോജിക്കുന്നതിന്റെ മറ്റൊരു കാരണം എന്ന് പറയുന്നത് രണ്ടുപേർക്കും ഈ ഒരു കൗണ്ടർ ടെററിസം, തീവ്രവാദത്തെ ചെറുത്തു തോൽപ്പിക്കുക. കാരണം ഈ രണ്ട് രാജ്യങ്ങളിലും തീവ്രവാദ ആക്രമണങ്ങൾ ഭയങ്കര വലിയ, അവിടെ മാത്രമല്ല ലോകത്തിന്റെ പല ഭാഗങ്ങളിലും തീവ്രവാദ ആക്രമണങ്ങൾ. അവർക്ക് ആ ഒരു നയമുണ്ട്, തീവ്രവാദത്തെ തോൽപ്പിക്കുക എന്ന് പറയുന്ന ഒരു നയം. ഇപ്പൊ ഇതില് മാഷെ പറയുന്ന ഒരു കാര്യം, ഇപ്പം ഇസ്രായേലിനെ പിന്തുണച്ചുകൊണ്ട് പലരും പറയുന്ന ന്യായം എന്ന് പറയുന്നത്, ജൂതന്മാര് ജനസംഖ്യ ലോകത്തിലെ ഏറ്റവും വലിയ ന്യൂനപക്ഷങ്ങളിൽ ഒന്നാണ് ജൂതന്മാർ. അവർ വലിയ കൊടിയ പീഡനങ്ങളും യാതനകളും ചരിത്രത്തിൽ നേരിട്ടിട്ടുണ്ട്. അപ്പം അങ്ങനെയുള്ള അവര് ആ രാജ്യം, അവർക്കുള്ള ഏക രാജ്യം, ഒരേ ഒരു രാജ്യം ജൂതന്മാരുടെ, അവരായുധം താഴെ വെച്ച് കഴിഞ്ഞാൽ സമാധാനം മതി, ശാന്തി മതി എന്നൊക്കെ പറഞ്ഞ് അവർ ആയുധം താഴെ വെച്ച് കഴിഞ്ഞാൽ, ഉൾക്കാഴ്ചാപരമായിട്ട് നമ്മൾ ഒന്ന് ചിന്തിക്കുമ്പോൾ ഇസ്രായേൽ എടുക്കുന്നത് ഒരു രാജ്യം എന്ന നിലയിൽ അവരുടെ ഒരു നിലനിൽപ്പിനനുസരിച്ചിട്ട് എടുക്കേണ്ട കാര്യം തന്നെയല്ലേ അവരെടുക്കുന്നത്? അത് നമുക്ക് അങ്ങനെ ഉറപ്പു പറയാൻ പറ്റുന്ന കാര്യമല്ല. കാരണം ഇസ്രായേൽ വളരെ പ്രബലമായ ഒരു സൈനിക ശക്തിയാണ്. ലോകത്തെ ഏറ്റവും വലിയ രഹസ്യ സംഘടന യഥാർത്ഥത്തിൽ ഇസ്രായേലിൻ്റെ മൊസാദ്. ഇതൊക്കെ അവരുടെ കയ്യിലിരിക്കുമ്പോൾ അവർ പലസ്തീനെ ഭയപ്പെടേണ്ട കാര്യമില്ല. പക്ഷേ അവർ പലസ്തീനിലേക്ക് അതിക്രമിച്ച് കയറി ആ പ്രദേശം മുഴുവൻ അവരുടേതാക്കി മാറ്റി തീർക്കാനായിട്ട് ശ്രമിക്കുകയാണ് ചെയ്യുന്നത്. ഒരു അധിനിവേശത്വര അതിൻ്റെ പിന്നിലുണ്ട്. അതുപോലെ തന്നെയാണ് ലെബനിലേക്ക് അവർ ഇരച്ചു കയറുന്നത്. എന്നൊക്കെ അവർ പറയുന്ന കാരണം എന്ന് വെച്ചാൽ ഹമാസും ഹിസ്ബുള്ളയും ഹൂറികളും എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ ഇറാൻ്റെ നിഴൽ പട്ടാളമാണ് എന്നുള്ളതാണ്. അപ്പോൾ ഇപ്പോഴും അവരുടെ പ്രശ്നം എന്താണെന്ന് വെച്ചാൽ അമേരിക്കയ്ക്ക് എതിരെ അവർക്ക് സംസാരിക്കേണ്ടി വന്നത് എന്തുകൊണ്ടെന്ന് ചോദിച്ചാൽ, ഈ അടുത്ത കാലത്ത് നടന്ന ഇറാൻ യുദ്ധത്തിൽ ഇറാൻ അങ്ങനെ തോറ്റെന്ന് പറയാൻ പറ്റാത്ത അവസ്ഥയിലായി. ഇറാൻ്റെ പരമോന്നത നേതാവ് ഖമനിയൊക്കെ അവർ ശരിപ്പെടുത്തി എന്നുള്ളത് ശരിയാണ്. പക്ഷേ ഇറാൻ തോറ്റില്ല. ഇറാനെ നശിപ്പിക്കാൻ പറ്റും, തോൽപ്പിക്കാൻ പറ്റില്ല എന്ന സന്ദേശമാണ് ഇറാൻ മുന്നോട്ട് വച്ചിരിക്കുന്നത്. ഇത് ഇസ്രായേലിന് അത്ര സുഖിച്ചിട്ടില്ല, രുചിച്ചിട്ടില്ല. ഈ ഉടമ്പടി അവർക്കൊട്ടും താല്പര്യമില്ലാത്തതാണ്. അതുകൊണ്ടാണ് അവർ തമ്മിൽ ഇത്തരത്തിൽ ശത്രുതാപരമായിട്ടുള്ള സംഭാഷണങ്ങൾ തന്നെ ഉണ്ടാവുന്നത് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഇപ്പം അമേരിക്ക അവരുടെ പിന്നിലില്ല എങ്കിൽ അവർക്ക് ഇറാനെ ആക്രമിക്കാനായിട്ട് പറ്റും എന്ന് ഞാൻ കരുതുന്നില്ല. അമേരിക്ക ഉണ്ടായിട്ട് പോലും ഇറാൻ ആക്രമിച്ചിട്ട് ഇറാൻ തിരിച്ചടിച്ച് നിൽക്കുന്നുണ്ട്. അപ്പം അത്ര എളുപ്പമുള്ളൊരു കാര്യമല്ല. അവർ ചെയ്യുന്ന പ്രവൃത്തികൾ അവർ വിചാരിക്കുന്ന പോലെ എളുപ്പമുള്ളതല്ല. അവരുടെ ചുറ്റുപാടുള്ള എല്ലാ രാഷ്ട്രങ്ങളുടെയും കുറേയധികം ഭാഗം പിടിച്ചു വെച്ച് അതൊരു ബഫർ സോണാക്കി മാറ്റി രക്ഷ പ്രാപിക്കാൻ, അല്ലെങ്കിൽ ഏറ്റവും കടുത്ത സുരക്ഷിതത്വത്തിനകത്ത് നിൽക്കാൻ കഴിയും എന്ന അവരുടെ വിശ്വാസം അത്ര ശരിയാണ് എന്നെനിക്ക് തോന്നുന്നില്ല. അവരുടെ അതിർത്തി മറ്റാരെങ്കിലും കയ്യേറുന്നുണ്ടെങ്കിൽ അവരാക്രമിക്കുമ്പോൾ നമുക്ക് അതിനെ ന്യായീകരിക്കാം. ഇവർ സ്ഥിരമായിട്ട് സംബന്ധിക്കൊണ്ടിരിക്കുകയാണ്, മറ്റുള്ളവരുടെ അതിർത്തികൾ മാന്തിക്കൊണ്ടിരിക്കുകയാണ്. ഇസ്രായേൽ പലസ്തീൻ രാഷ്ട്രം, ഈ ഒരു രണ്ട് തത്വത്തിന് എന്തുകൊണ്ടാണ് പലസ്തീന് എത്ര ആയിട്ടും അവർ അനുമതി നൽകുന്നില്ല? അവർക്കതിനോട് താല്പര്യമില്ല. പ്രശ്നം കൂടുതൽ സങ്കീർണമാകുന്നത് ഇതുകൊണ്ട് തന്നെയാണല്ലോ. അത് ഇസ്രായേലാണുള്ള പ്രശ്നം ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്. അങ്ങനെ വരുമ്പോൾ അതല്ലാണ്ട് നമുക്കത് പറയാൻ പറ്റുമോ? ഇത്രയും കുഞ്ഞുങ്ങളെയാണ് ഒന്ന് ശരിപ്പെടുത്തിയത്. അവിടെ എന്തിനെന്ന് ചോദിച്ചാൽ അതിനൊന്നും ഉത്തരവില്ലല്ലോ കൃത്യമായിട്ട്. പലസ്തീൻ അങ്ങോട്ട് അതിക്രമിച്ച് കയറിയതല്ലല്ലോ. ഹമാസ് ചെയ്ത ഒരു വൃത്തികേടുണ്ട്. ഈ യുദ്ധത്തിന്റെ തുടക്കത്തിൽ അവർ കാണിച്ച വൃത്തികേട് നമുക്ക് കൃത്യമായിട്ട് മനസ്സിലാവുന്ന, നമ്മളതിനെ എതിർക്കുന്നതാണ്. അതിനപ്പുറം ആ സംഭവങ്ങളെ കാണേണ്ടതില്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. പക്ഷേ അത് കഴിഞ്ഞതിന് ശേഷവും എന്താണ് അവർ ചെയ്തുകൊണ്ടിരുന്നത് വെച്ചാൽ, അവരുടെ അക്രമം തുടരുന്നു, കശാപ്പ് തുടരുന്നു, സ്ത്രീകളും കുട്ടികളും വല്ലാത്ത തരത്തിൽ നശിപ്പിക്കപ്പെടുന്നു എന്നുള്ളതാണ്. ഇങ്ങനെയാണ് ഒരു രാഷ്ട്രം അവരുടെ സുരക്ഷിതത്വം ഉറപ്പുവരുത്തേണ്ടത്? അതൊരു വലിയ ചോദ്യമാണ്. എന്തായാലും ഇസ്രായേൽ നടത്തുന്നത് അധിനിവേശമാണെന്നാണോ മാഷ് പറയുന്നത്? തീർച്ചയായിട്ടും ഇസ്രായേൽ അധിനിവേശം നടത്തുകയാണ്. ഇത് പലസ്തീനിലൊക്കെ മാത്രമല്ല, ലെബനിലേക്കും അവരെന്ത് ചെയ്യുന്നു, അധിനിവേശം നടത്തുന്നവരെങ്ങനെ കുറേ സ്ഥലം അവർ പിടിച്ചെടുക്കും, എന്നിട്ട് അവിടെ എന്ത് ചെയ്യും, ജൂതന്മാരെ കൊണ്ടുവന്ന് താമസിപ്പിക്കും. അത് ജൂത സെറ്റിൽമെൻറ്റാക്കി മാറ്റും. അതല്ല അധിനിവേശം എന്ന് പറയുന്നത്. മറ്റവരൊക്കെ പുറത്താക്കാൻ ഉടനെ ചെയ്യുന്നത്. അങ്ങനെ വരുമ്പോൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ കോർ ഇസ്രായേൽ എന്ന് പറയുന്നത്
എപ്പോഴും സുരക്ഷിതമായി നിൽക്കും. എന്തെങ്കിലും പരിക്കൊക്കെ പറ്റുന്ന ആർക്കായിരിക്കും? ഈ പുതുതായിട്ട് രൂപപ്പെടുത്തിയിരിക്കുന്ന സെറ്റിൽമെൻറ്റിൽ താമസിക്കുന്ന ജൂതന്മാരൊക്കെ. ആ ജൂതന്മാർ തന്നെ ചിലപ്പോൾ കറുത്ത ജൂതന്മാരായിക്കൂടെയില്ല, മറ്റു പല സ്ഥലങ്ങളിൽ നിന്നൊക്കെ കൊണ്ടുവന്ന് താമസിപ്പിച്ച ജൂതന്മാരെയാണോ ഇനി ഇങ്ങനെയുള്ള സെറ്റിൽമെൻറ്റിൽ കയറി താമസിക്കാനായിട്ട് അനുവദിക്കുന്നത് എന്നത് കുറേ നാളത്തെ പരിശോധനയ്ക്ക് ശേഷം ചിലപ്പോൾ പുറത്തു വരാൻ പോകുന്ന സത്യമാണ്. കാരണം ഈ സമ്പന്നരായിട്ടുള്ള ജൂതന്മാരൊന്നും ഇങ്ങനെ പിടിച്ചെടുക്കപ്പെടുന്ന ഭൂമിയിലൊന്നും താമസിക്കുക ഇല്ല. സമ്പന്നരൊക്കെ ഇസ്രായേലിൻ്റെ ഏറ്റവും സമ്പന്നമായിട്ടുള്ള പ്രദേശങ്ങളിൽ തന്നെയായിരിക്കും താമസിക്കുന്നത്. അപ്പോൾ ഇത് ജൂതന്മാരിൽ പാർശ്വവൽക്കരിക്കപ്പെട്ട ആൾ, അവരെ കൊണ്ടുവന്ന് താമസിക്കുന്ന ഇടമായിട്ട് ഈ കയ്യേറ്റ ഭൂമികളെല്ലാം മാറിക്കൊണ്ടിരിക്കും. അപ്പോൾ കുറേ കഴിയുമ്പോൾ എന്ത് ചെയ്യുമെന്ന് വെച്ചാൽ ഈ പ്രദേശത്താൽ സംരക്ഷിതമായ ഒരു ഇസ്രായേൽ അവിടെ നിൽക്കുന്നതായിട്ട് വരും എന്നാണ് എനിക്ക് തോന്നുന്നത്. അതായിരിക്കാം അതിൻ്റെ പിന്നിലുള്ള സ്ട്രാറ്റജി, തന്ത്രം എന്ന് പറയുന്നത്. പിന്നെ ഇന്ത്യ പിന്തുണയ്ക്കുന്നതിൻ്റെ അകത്ത് എന്ന് പറയുന്നത് ഇപ്പോൾ നെതന്യാഹു തന്നെ പറഞ്ഞിട്ടുണ്ട്, ഞങ്ങൾ അതിക്രമം നേരിട്ടപ്പോൾ ഒരു കാലത്ത് ഞങ്ങളുടെ ജൂതന്മാരെ മുഴുവൻ താമസിപ്പിച്ച ഒരു നാടാണ്, ആശ്രയം നൽകിയൊരു നാടാണ് ഇന്ത്യ, അതിൻ്റെ നന്ദി എന്നും ഇന്ത്യയോടുണ്ടാകും എന്നൊക്കെ അദ്ദേഹം നേരത്തെ പറഞ്ഞിട്ടുള്ളതാണ്. അതിൽ ഇന്ത്യ അവരെ മാത്രമല്ല, ഇന്ത്യ ലോകത്തുള്ള എല്ലാവരെയും സ്വീകരിച്ചിട്ടുള്ള രാജ്യമാണ്. അതുകൊണ്ട് ഇന്ത്യക്കെതിരെ ആരും ശത്രുതയോട് നീങ്ങേണ്ട കാര്യമില്ല എന്നുള്ളതാണ്. നമ്മളത്ര നല്ല രീതിയിലാണ് സ്വീകരിച്ചിട്ടുള്ളത്. ഞങ്ങളുടെയൊക്കെ പ്രദേശം ജൂതപ്രദേശമാണ് ശരി. അതെ, ചേന്നമംഗലം, കൊടുങ്ങല്ലൂർ അങ്ങനെയൊക്കെയുള്ള പ്രദേശത്ത് ഇപ്പോഴും പഴയ ജൂത സെറ്റിൽമെൻറ്റ് അവശിഷ്ടമുണ്ട്.